അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ആക്റ്റീവ് ആൻഡ് ഇൻആക്റ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ചിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് ടേബിൾസിൽ നിന്ന് കോമൺ ആയിട്ട് വരുന്ന ഒരു കോളത്തിന് അല്ലെങ്കിൽ ഒരു വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ രണ്ട് ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ കലണ്ടർ ലുക്കപ്പ് എന്ന് പറയുന്ന ടേബിളും ഉണ്ട്, സെയിൽസ് ഡാറ്റ എന്ന് പറയുന്ന ടേബിളും ഉണ്ട്. ഇതിൽ നിന്ന് ഡേറ്റിനെ എനിക്ക് സെയിൽസ് ഡാറ്റ എന്ന് പറയുന്ന ടേബിൾ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഡേറ്റിനെ എനിക്ക് രണ്ട് ടൈപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ഓർഡർ ഡേറ്റ് ആയിട്ടും കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താ സ്റ്റോക്ക് ഡേറ്റും ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ രണ്ടെണ്ണത്തിന് മീൻസ് ഈ ഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിനെ രണ്ടും സെയിം ടൈമിൽ ഓർഡർ ഡേറ്റ് കൊണ്ടും സ്റ്റോക്ക് ഡേറ്റ് കൊണ്ടും കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ എന്താ, ഒരെണ്ണം ഇൻആക്റ്റീവ് ആയിട്ട് മാറും. കണ്ടോ, ഡോട്ട് ഡോട്ട് പോലെയാണ് കണക്ഷൻ വന്നേക്കുന്നത്. അപ്പൊ ഒരെണ്ണം ആക്റ്റീവും ഒരെണ്ണം ഇൻആക്റ്റീവും ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പൊ എന്താ, ഡേറ്റും ഓർഡർ ഡേറ്റും ആണ് ആക്റ്റീവ് ആയിരിക്കണേന്ന് വിചാരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റോക്ക് ഡേറ്റ് ആയിട്ടാണ് ആക്റ്റീവ് ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിൽ പോയിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരെണ്ണത്തിന് ആക്റ്റീവും ഒരെണ്ണത്തിന് ഇൻആക്റ്റീവും ആക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാം. അപ്പം സെയിം ഒരു ടേബിളിൽ നിന്ന് വേറൊരു ടേബിളിലേക്ക് രണ്ട് റിലേഷൻഷിപ്പ് വരുമ്പോ ഇൻആക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരെണ്ണം ഇൻആക്റ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഏതിനെയാണോ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കേണ്ടത് അതിനെ നമുക്ക് എഡിറ്റ് റിലേഷൻഷിപ്പിൽ പോയിട്ട് നമുക്ക് ആക്റ്റീവ് ആക്കാൻ പറ്റും. ഓക്കെ.